നമസ്കാരം. ഈ വർഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞാൽ എത്ര നന്നായിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കാമായിരുന്നു? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രലോകത്തെയും ഗവേഷകരെയും ഒരുപോലെ ചിന്തിപ്പിച്ച വ്യക്തി വരാനിരിക്കുന്ന പല ഭീകരാക്രമണവും മഹാമാരിയും എല്ലാം വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു. മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകം അവരുടെ പ്രവചനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പ്രവചനത്തിൽ ഭീകരാക്രമണം മുതൽ ആധുനിക കണ്ടുപിടുത്തം വരെ ഉൾപ്പെടുന്നു. പറഞ്ഞു വരുന്നത് ബാബ വാംഗയെ പറ്റിയാണ്. 2024 കുറിച്ചും ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ വാംഗെ നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വാംഗയുടെ പ്രവചനങ്ങളിലേക്ക് വന്നാൽ സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ഡയാന രാജകുമാരിയുടെ മരണം, ചെർണോബിൽ ദുരന്തം തുടങ്ങിയവയാണ്. ഇനിയും വരാനിരിക്കുന്ന നിരവധി വർഷങ്ങളിലേക്കുള്ള പ്രവചനങ്ങൾ വാംഗെ നടത്തിയിട്ടുണ്ട്. 2024 കുറിച്ചും പ്രവചനങ്ങളുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും 2024 സാക്ഷ്യം വഹിക്കുമെന്ന് ബാബ വാംഗെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നുണ്ട്. കാലവർഷം ഇപ്പോഴും കേരളത്തിൽ കെട്ടടങ്ങിയിട്ടില്ല. ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിക്കുമെന്നും വാംഗെ പ്രവചിച്ചിട്ടുണ്ട്. ഇവയെല്ലാം 2024 വലിയൊരു സാമ്പത്തിക ദുരന്തത്തിന് കാരണമാകുമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. 1996 ബാബ വാംഗെ മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദശയിലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നും അവർ പ്രവചിച്ചിരുന്നു. സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചു വെച്ചു. 2024 മറ്റു പ്രവചനങ്ങളിലേക്ക് വന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു റഷ്യൻ പൗരൻ തന്നെയായിരിക്കും പുടിനെതിരെ വധശ്രമം നടത്തുക എന്നാണ് വാംഗയുടെ പ്രവചനത്തിൽ പറയുന്നത്. യൂറോപ്പിലെ തീവ്രവാദമാണ് വാംഗയുടെ പ്രവചനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വലിയൊരു രാജ്യം ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു. വാംഗയുടെ പ്രവചനത്തിൽ ശുഭവാർത്തയുമുണ്ട്. അതിമാരകമായ 2 രോഗങ്ങളാണ് അൽഷിമേഴ്സും ക്യാൻസറും. ഈ 2 രോഗങ്ങൾക്കും 2024 പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുമെന്നും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വലിയ വളർച്ച സംഭവിക്കുമെന്നും AI വിപ്ലവത്തെ അത് കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും വാംഗെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബാബ വാംഗെ അന്ധയായ ബൾഗേറിയൻ വൃദ്ധ സന്യാസിനിയായിരുന്നു. 12ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് വാംഗയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പ്രവചനങ്ങളിലേക്ക് അവർ കടക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാംഗെ പ്രശസ്തി ആർജിക്കുന്നത്. മരണത്തിന് ശേഷവും കൂടുതൽ ശക്തിയായി അവരുടെ പ്രവചനങ്ങൾ നിലകൊള്ളുന്നു എന്നത് എടുത്തു പറയണം. എന്തായാലും 2024 കുറിച്ചുള്ള പ്രവചനങ്ങളിൽ പുടിനെ സംബന്ധിച്ച പ്രവചനമാണ് ലോകം വലിയ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.